പായസം ഉണ്ടാക്കുന്നതിനായി 3 ശർക്കര ആദ്യം പാനിയാക്കി എടുക്കുക. പിന്നീട് ആവശ്യത്തിനുള്ള കിസ്മിസ്, നട്ട്സ്, തേങ്ങാക്കൊത്ത്, അതുപോലെ തന്നെ പായസത്തിനുള്ള പരിപ്പ് ഇവ വറുത്തെടുക്കുക. അതിനുശേഷം കുക്കർ അടുപ്പത്ത് വെച്ച് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പരിപ്പിട്ട് കൊടുത്ത് 4 വിസിൽ വരുന്നവരെ വേവിക്കുക. വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ഒപ്പം കുറച്ച് നെയ്യും കൂടെ ഒഴിക്കുക. ശർക്കരപ്പാനിയുമായി ഈ പരിപ്പ് വെന്ത് ചേർന്ന് കഴിയുമ്പോൾ അതിലേക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളപ്പിക്കുക. തിളച്ച് വരുന്ന പാലിൽ നിന്ന് കുറച്ച് പാലെടുത്ത് അതിലേക്ക് ചുക്കുപൊടി, ജീരകപ്പൊടി, ഏലക്കാപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് വെക്കണം. പിന്നീട് നന്നായിട്ട് കുറുകി വരുമ്പോൾ അതിലേക്ക് ഈ മിശ്രിതം ഒഴിച്ചു കൊടുക്കുക. പിന്നീട് 1ാം പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അതിനുശേഷം അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് യോജിപ്പിക്കുക. ഉപ്പും കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പരിപ്പ് പായസം റെഡിയായി കഴിഞ്ഞു.